ഇന്നലെ ഇടുത്തി പോലെ നമ്മൾ കേട്ട വാർത്തയായിരുന്നു രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനം. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ സ്റ്റണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയായി. 2025 രാഹുൽ ഗാന്ധി ഈ ഒരു വിവരം പുറത്തുവിട്ടോടുകൂടി എല്ലാവരും ഞെട്ടിപ്പോയി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കൊല്ലം ഒരു പാർട്ടി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തെളിവില്ലാതെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല. അന്ന് ആരും ഇത് ഞെട്ടിയില്ല എന്ന് മാത്രമല്ല, അത് കണ്ട ഭാവം തന്നെ ആരും നടിച്ചില്ല. കഴിഞ്ഞ കൊല്ലം 2024 11 മാസം 27 SDPയുടെ ദേശീയ സെക്രട്ടറിയായ ഫൈസൽ ഇസുദ്ദീൻ പറയാണ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിലെ പൊരുത്തക്കേട് EVM ക്രമക്കേട് ആരോപണങ്ങളെ ശരിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരും ഞെട്ടിയില്ലേ അന്ന്. ഇപ്പോൾ എല്ലാവരും ഞെട്ടാണ്. സത്യം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, SDP ഇതൊന്നോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ സകല വിഷയങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് SDP ആണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് എന്തിനാ കൂട്ടര് നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നത്? നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് ഒരു വിയോജിപ്പില്ല. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതിനോട് ഐക്യദാർഢ്യം പറയുന്നു, ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു, ആ സമര പോരാട്ടത്തിനോടൊപ്പം ചേരുന്നു. പക്ഷേ 2024 ഇത് ഉറക്കെ ജനസമൂഹത്തോട്, ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ പാർട്ടി SDP ആണ്. നമ്മൾ നുണ പറയല്ല. ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു ഗുരുതരമായ ഒരു ആരോപണത്തെ ഈ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അന്ന് ആരും ഞെട്ടിയില്ല എന്ന് മാത്രമല്ല, അതിനോട് പുറംതിരിഞ്ഞു നിന്നു. നിങ്ങൾക്കറിയാലോ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടിങ്ങിനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ SDP അതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ജനസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിന്ന അന്നത്തെ ആളുകൾക്ക് മുമ്പിൽ ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി വന്നിട്ട് പച്ചക്ക് പറയാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നെട്ടിയിട്ട് കാര്യമില്ല, അതൊരു പ്രത്യേകമായ ഞെട്ടലായിട്ട് മാറും. ഞെട്ടുമ്പോൾ ആര് പറഞ്ഞാലും അതിനെ വസ്തുതാപരമായി അന്വേഷിച്ചുകൊണ്ട് അന്നേ ആ ഞെട്ടലിൽ നിന്നുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ കൃത്യമായി അതിൻ്റെ അവസ്ഥകളെ, അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജനസമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിയമ പോരാട്ടത്തിന് മുതിർന്നിരുന്നുവെങ്കിൽ, ഏതായാലും ഈ വൈകിയ വേളയിൽ തിരിച്ചറിവുകൾക്ക് നന്ദി രേഖപ്പെടുത്തുക. ഞാൻ മനസ്സിലാക്കുന്നത് SDP പറഞ്ഞ ജനസമൂഹത്തോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് SDP മുന്നോട്ട് വെച്ചതാണ് മലപ്പുറം ജില്ലാ വിഭജനം എന്നുള്ള ആ ഒരു ആശയം. അതിലൂടെയാണ് ജില്ല വികസിക്കുകയുള്ളൂ, ജില്ലയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഹർത്താൽ വരെ നടത്തിയ SDP എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഇതാ PV അൻവർ ആ ഒരു വിഷയത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവുകളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ജനസമൂഹത്തിന്റെ മുമ്പിൽ SDP എന്ന് പറയുന്ന പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സുഡാപ്പി എന്ന് വിളിക്കുമ്പോൾ നാളെ മറ്റന്നാൾ നിങ്ങളുടെ നേതാക്കന്മാർക്കും അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഈ കോളിളക്കം സൃഷ്ടിച്ച വാർത്ത ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ ഞെട്ടി വിറച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആലോചിച്ചു പോയത്, കഴിഞ്ഞ വർഷം ഇതേ വിഷയത്തിൽ ശക്തമായ രീതിയിൽ വ്യക്തമായ കണക്കോട് കൂടി SDP ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്നൊന്നും ഞെട്ടലുണ്ടായി. ഞെട്ടൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഞെട്ടലായിട്ട് മാറരുത്. നമ്മുടെ രാജ്യത്ത് സംഘപരിവാര ഫാസിസ്റ്റ് ഭരണകൂടം പല കളികളും കളിക്കുമ്പോൾ അത് ആര് പറഞ്ഞാലും അതിനെ വസ്തുതാപരമായി അന്വേഷിക്കുകയും അതിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ, വസ്തുതയുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും വേണം. എങ്കിലേ അതിനൊക്കെ മറികടക്കാൻ ഈ ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിന്, ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുള്ളൂ എന്നുള്ളത് നമ്മളെല്ലാവരും ഓർത്താൽ നന്ന്. ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പറയാനുള്ളത്. SDP ഉന്നയിച്ച ആ വിഷയത്തെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. ആ ഏറ്റെടുത്തതിൽ നിയമ പോരാട്ടത്തിനോട് SDP ഒരു വക്താവ് എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.